വൈഷ്ണയുടെ സ്ഥാനാർത്ഥിത്വം അത് വളരെ പെട്ടെന്ന് തന്നെ ശ്രദ്ധയാകർഷിച്ചിരുന്നു. വൈഷ്ണ ആദ്യഘട്ട പ്രചാരണം നടത്തിയിരുന്നു. ആ പ്രചാരണത്തിന് ശേഷമാണ് TC നമ്പറിലുള്ള വ്യത്യാസം ചൂണ്ടിക്കാണിച്ചുകൊണ്ട് വൈഷ്ണയുടെ സ്ഥാനാർത്ഥിത്വം ചോദ്യം ചെയ്യുന്ന രീതിയിൽ പട്ടികയിൽ വൈഷ്ണ ഇല്ല എന്നുള്ള വിവരങ്ങൾ പുറത്തുവരുന്നത്. അമൽ തേനംപറമ്പിൽ കൂടി ചേരുന്നുണ്ട് നമുക്കിപ്പോൾ ന്യൂസ് ഡെസ്കിൽ നിന്നും. അമൽ, വൈഷ്ണയുടെ സ്ഥാനാർത്ഥിത്വം, അതായത് എനിക്ക് തോന്നുന്നു ഈ തെരഞ്ഞെടുപ്പിന്റെ ഒരു പ്രത്യേകത യുവ പ്രാതിനിധ്യം മത്സര രംഗത്ത് കുറെ ഉണ്ടെന്നുള്ളതാണ്. ഏത് പാർട്ടി ആയിക്കോട്ടെ, ഏത് മുന്നണി ആയിക്കോട്ടെ, അതിലൊരാളായിരുന്നു വൈഷ്ണ ആദ്യഘട്ടത്തിൽ തന്നെ KSU പ്രവർത്തകയൊക്കെയാണ്. വൈഷ്ണയുടെ പ്രവർത്തനം നമ്മൾ കണ്ടതാണ്. അതിനിടയിലാണ് ഇങ്ങനെ ഒന്നും ഉണ്ടാകുന്നത്. അപ്പോൾ വൈഷ്ണയോട് ചോദിക്കുമ്പോൾ തന്നെ വൈഷ്ണ അതിനെ രാഷ്ട്രീയമാണ് ഇതിന് പിന്നിലെന്ന് വൈഷ്ണ പറയുന്നു. അത് തന്നെയാണ് ഇപ്പോൾ ഹൈക്കോടതിയും ചൂണ്ടിക്കാണിക്കുന്നത്. രാഷ്ട്രീയം കളിക്കരുതെന്ന് പറയുന്നവരുടെ അത് വൈഷ്ണയുടെ വോട്ട് ഇവിടെയല്ല എന്നുള്ളതാണ് ആ പരാതിയിൽ പറയുന്നത്. വൈഷ്ണ മുട്ടടയിലെ സ്ഥിരതാമസക്കാരിയല്ല എന്നുള്ളതാണ് CPM ബ്രാഞ്ച് കമ്മിറ്റി അംഗം നൽകിയിരിക്കുന്ന ഒരു പരാതിയിൽ പറയുന്നത്. പക്ഷേ ആ പരാതി നൽകിയിരിക്കുന്ന ആളുടെ TC നമ്പറിൽ തന്നെ 22 വോട്ടുകളുണ്ട്. അത് അവിടെ 2 പേർ മാത്രമാണ് താമസമുള്ളത്. അപ്പോൾ ഒരേ വീട്ടഡ്രസ്സിൽ പല ആളുകൾ വോട്ടർമാരായി വരുന്നു. അപ്പോൾ അതൊരു സാങ്കേതിക പിഴവാണ് എന്നുള്ളതാണ് വൈഷ്ണ പറയുന്നത്. ഈ പരാതിക്കാരൻ്റെ പ്രശ്നം എങ്ങനെയാണോ വന്നത് അതുതന്നെയാണ് തൻ്റെ കാര്യത്തിലും ഉണ്ടായിട്ടുള്ളത്. അതിനാൽ തന്നെ തനിക്ക് മത്സരിക്കാനുള്ള അനുവാദം നൽകണം, തൻ്റെ വോട്ട് റദ്ദാക്കരുത് എന്ന് കാണിച്ചുകൊണ്ട് ഈ പറയുന്ന ഒരു പരാതി വന്നിട്ടുണ്ടെങ്കിൽ സ്വാഭാവികമായും ഇവിടെ ഹിയറിങ്ങിന് ഹാജരാകണം. അപ്പോൾ കോർപ്പറേഷനിലെ ഇലക്ഷൻ ഡെസ്കിൽ ഹാജരാവുകയും കൃത്യമായിട്ടുള്ള വിശദീകരണം നൽകുകയും ചെയ്തു, ഈ അഡ്രസ് അടക്കം നൽകുകയും ചെയ്തു. പക്ഷേ അതിനുശേഷം വന്ന വോട്ടർ പട്ടികയിലും വൈഷ്ണയുടെ പേരുണ്ടായിരുന്നില്ല. പേര് ഇല്ല എന്നുള്ളതാണ് അവർ വ്യക്തമാക്കുന്നത്. കൃത്യമായ രേഖകൾ സമർപ്പിക്കാൻ കഴിഞ്ഞിട്ടില്ല. വൈഷ്ണയുടെ സ്ഥിരതാമസക്കാരിയല്ല, പരാതിക്കാരുടെ ഭാഗം ന്യായമാണ് എന്നുള്ളതാണ് പറഞ്ഞു വെക്കുന്നത്. അതിനുശേഷം ഇന്നലെ വൈഷ്ണ വീണ്ടും ഈ കമ്മീഷൻ ഡെസ്കിലേക്ക് എത്തി ഈ തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ടുള്ള ഉദ്യോഗസ്ഥർക്ക് മറ്റു ചില രേഖകൾ കൂടി ഹാജരാക്കി. കഴിഞ്ഞ തെരഞ്ഞെടുപ്പിന്റെ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ വൈഷ്ണ വോട്ട് ചെയ്തത് ഈ പറയുന്ന മുട്ടടയിൽ തന്നെയാണ്. പക്ഷേ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ വൈഷ്ണ കള്ളവോട്ട് രേഖപ്പെടുത്തി എന്ന തരത്തിലും പ്രചാരണം നടക്കുന്നുണ്ട്. അതിന്റെ ഒരു പ്രശ്നം എന്ന് പറഞ്ഞാൽ ആ വാദം ഉന്നയിക്കുന്നവർക്ക് അങ്ങനെ പറയാനുള്ള സാഹചര്യം എന്ന് പറയുന്നത് കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ വൈഷ്ണ വോട്ട് രേഖപ്പെടുത്തുമ്പോൾ അതിൽ ഉള്ള വൈഷ്ണയുടെ പേരും വീട്ടുപേരും അഡ്രസ്സും അടക്കമുള്ള ആ വോട്ടർ പട്ടികയിൽ പറയുന്ന TC നമ്പർ എന്ന് പറയുന്നത് വൈഷ്ണയുടെ യഥാർത്ഥ ID പ്രൂഫുകളിലുള്ള ആധാർ കാർഡിലോ അല്ലെങ്കിൽ ഇലക്ഷൻ കമ്മീഷന്റെ ID കാർഡിലോ ഉള്ള വീട്ടു നമ്പർ അല്ല ഉള്ളത്. അത് ഒരു സാങ്കേതിക പിഴവാണ്, അത് ഉദ്യോഗസ്ഥർക്ക് പറ്റിയ പിഴവാണ് എന്നുള്ളതാണ് വൈഷ്ണയുടെ വാദം. അതേ വിഷയം തന്നെയാണ് ഈ പരാതിക്കാരൻ്റെ കാര്യത്തിൽ വന്നിരിക്കുന്നതെന്നും വൈഷ്ണ പറയുന്നു. പക്ഷേ ഈ വോട്ടർ ID കാർഡിലുള്ള അഡ്രസ്സിലല്ല വൈഷ്ണ വോട്ട് ചെയ്തതെന്ന് പറയുമ്പോൾ കള്ളവോട്ടാണ് എന്നൊരു വാദം സ്വാഭാവികമായും പരാതിക്കാർ അതൊരു രാഷ്ട്രീയ ആരോപണമായി അവർ ഉന്നയിക്കുന്നു. പക്ഷേ ഈ വിഷയത്തിൽ ഇപ്പോൾ ഹൈക്കോടതിയിലേക്ക് പോകുമ്പോൾ ഒരു അനുകൂല പ്രതികരണം ഉണ്ടാകും എന്നുള്ളത് തന്നെയായിരുന്നു കോൺഗ്രസിന്റെ ഒരു അവർക്ക് കിട്ടിയ ഒരു നിയമോപദേശം. അതിന്റെ അടിസ്ഥാനത്തിലാണ് ഹൈക്കോടതി എന്തായാലും ഇടപെടണം എന്ന് പറയുന്നുണ്ട്. അതിനപ്പുറത്തേക്ക് വൈഷ്ണയുടെ സ്ഥാനാർത്ഥിത്വം ഒരുപക്ഷെ കേരളം മുഴുവൻ അറിയാൻ കാരണം ഇങ്ങനെ ഒരു പരാതി വന്നതാണ്. വൈഷ്ണ ഈ ഒരു പരാതി വന്ന് ഇങ്ങനെ ഒരു പ്രശ്നം ഉണ്ടാകുമ്പോഴും പ്രചാരണം നിർത്തിയിട്ടില്ല എന്നുള്ള കാര്യം ഓർക്കണം. അപ്പോൾ വൈഷ്ണയുടെ ആ സ്ഥാനാർത്ഥിത്വം അത് മുട്ടട മാത്രമല്ല കേരളം മൊത്തം അറിഞ്ഞു കഴിഞ്ഞു. വൈഷ്ണയുടെ സ്ഥാനാർത്ഥിത്വം ഇങ്ങനെയൊന്നും അറിയാതെ പോയേനെ. വൈഷ്ണ ഏറ്റവും ആദ്യം സ്ഥാനാർത്ഥി പട്ടിക കോൺഗ്രസ് പ്രഖ്യാപിച്ചത് തിരുവനന്തപുരം കോർപ്പറേഷനിലാണ്. ആദ്യം ചർച്ചയായ പേരുകൾ ഒന്ന് ശബരിനാഥന്റെ പേര്, അതോടൊപ്പം തന്നെ വൈഷ്ണയുടെ പേര്. ഈ പേരുകളാണ് ഏറ്റവും കൂടുതൽ ആദ്യ ദിവസങ്ങളിൽ ചർച്ചയായത്. ഈ തിരഞ്ഞെടുപ്പ് സ്ഥാനാർത്ഥിത്വത്തിൽ ഏറ്റവും കൂടുതൽ ചർച്ചയായ 2 പേരുകൾ അതാണ്. അപ്പോൾ അതിനപ്പുറത്തേക്ക് ഏതെങ്കിലും തരത്തിലുള്ള വലിയ രാഷ്ട്രീയ സ്വാധീനം കോൺഗ്രസിനുള്ള സ്ഥലമല്ല ഈ മുട്ടട എന്ന് പറയുന്നത്. ലോക്സഭാ തെരഞ്ഞെടുപ്പിലും നിയമസഭാ തെരഞ്ഞെടുപ്പിലും ഒക്കെ കോൺഗ്രസ് വരാറുണ്ടെങ്കിൽ കൂടി തദ്ദേശ തെരഞ്ഞെടുപ്പിൽ കോൺഗ്രസിന് കാര്യമായ ഒരു സ്വാധീനവും ഇല്ലാത്തൊരു സ്ഥലത്ത് വൈഷ്ണ എന്ന് പറയുന്ന ഒരു സ്ഥാനാർത്ഥിയെ പ്ലേസ് ചെയ്ത് കൊടുക്കാൻ ഇത് കാരണമായിട്ടുണ്ടോ എന്നുള്ളത് മാത്രം ഇനിയിപ്പോൾ ഈ പരാതിക്കാർ ചിന്തിച്ചാൽ മതി. വൈഷ്ണ സജീവ ചർച്ചയായി കഴിഞ്ഞു. പ്രചരണത്തിന് ഇറങ്ങിയില്ലെങ്കിൽ കൂടി കുറെ കാര്യങ്ങളാണിത്. മറ്റു പ്രചാരണങ്ങൾ നടത്തുന്നതിലൂടെ എതിർ പാർട്ടിയിലുള്ള എതിർ മുന്നണിയിലുള്ള സ്ഥാനാർത്ഥികൾക്ക് ഒരു വലിയ പ്രചാരണം ഉണ്ടാക്കി കൊടുക്കാനും അവരുടെ വിജയത്തിലേക്ക് വരെ തന്നെ വഴിവെക്കാനൊക്കെ പലപ്പോഴായി കാരണമാകാറുണ്ട്. എന്തായാലും വൈഷ്ണയുടെ സ്ഥാനാർത്ഥിത്വത്തിൽ ഹൈക്കോടതി ഇടപെടുന്നു എന്നുള്ളതാണ് ഏറ്റവും സുപ്രധാനമായിട്ടുള്ള വാർത്ത.